നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ വീട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ചെന്നത്. അങ്ങനെ ചെന്ന സമയത്ത് അവിടുത്തെ ചേച്ചിക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഓവർ വെയിറ്റ് ആയിരുന്നു, 100 മീതെ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ഫുഡൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്തൊക്കെ നോക്കി. പക്ഷേ വെയിറ്റ് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നില്ല. നിസ്സാരം ഒരു 4-5 കിലോ വരെ വെയിറ്റൊക്കെയാണ് വ്യത്യാസം വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അപ്പോൾ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. വെൽനസ് പ്രൊഡക്റ്റുകൾ അത്തരത്തിലുള്ളത് കൊടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് അവർ കൺട്രോൾ ചെയ്ത് നോക്കിയിട്ടും വണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു കണക്കൂട്ടൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, തൈറോയിഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് തൈറോയിഡ് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഓരോ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് 2-3 മാസമായിട്ട് പീരീഡ്സ് ഉണ്ടാവുന്നില്ല എന്നാണ് അറിഞ്ഞത്. പീരീഡ്സ് നിന്ന് പോയ ഒരവസ്ഥയിലാണ് 2-3 മാസമായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് പീരീഡ്സ് റെഗുലർ ആവാനും അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിക്ക് എനർജി കൊടുക്കാനും ഈ പറഞ്ഞ അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ കൊടുത്തിട്ട് പോന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് പ്രൊഡക്റ്റുകൾ കഴിച്ചു, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചു, പ്രൊഡക്റ്റുകളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു 1.5 മാസത്തോളം യൂസ് ചെയ്തിട്ടും കാര്യമായൊരു വ്യത്യാസമൊന്നും വന്നില്ല. അപ്പോൾ ചേച്ചി ആകെ ഒരു സൈലൻറ്റ് മോഡിലുള്ള ഒരു ലെവലിലായിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ. നമ്മളോട് അങ്ങനെ ഒരു ഉഷാറായിട്ടൊരു പെരുമാറുന്ന രീതിയൊന്നും അല്ലായിരുന്നു. ഒരു പതിഞ്ഞ രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടും കുറയാതിരുന്ന സമയത്ത് ഞങ്ങളുടെ ടീമിൻ്റെ ലീഡേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഇംഗ്ലീഷ് മെഡിസിൻസ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റിസൾട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് നാഡീഞരമ്പുകളെ തളർത്തുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കാൻ സാധ്യത എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളത് വീണ്ടും അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് എന്ന് അവർ സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ അത് ചേട്ടനോട് സംസാരിച്ച സമയത്ത് ചേട്ടൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് അത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് ചേട്ടൻ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കണ്ട് സംസാരിച്ച സമയത്ത് എന്നിട്ട് മരുന്ന് നിർത്തിക്കൊണ്ട് നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ വീണ്ടും കൊടുത്തു. നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുത്ത സമയത്ത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് 5 സ്ട്രെസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റും കൂടി ആഡ് ചെയ്ത് അവർക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഒരു മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പീരീഡ്സ് റെഡിയായി. 2 മാസം 3 മാസമൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞൊരു 4-5 മാസമായ സമയത്ത് വീണ്ടും ആ ചേച്ചിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് കയറി വന്നു. അങ്ങനെ വന്ന സമയത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ നിന്ന് മെഡിസിൻ എടുക്കുകയും ചെയ്തു. മെഡിസിൻ എടുത്ത് ആ ഒരു പ്രശ്നം കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന ശേഷം വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമാക്കി. ആ പ്രൊഡക്റ്റ് കഴിച്ച സമയത്തും നമ്മുടെ പ്രൊഡക്റ്റിൽ കഴിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കൺട്രോളിലേക്ക് വന്നതിന് ശേഷം ഒരു കുറച്ച് ദിവസം കൊണ്ട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യും. അതിന് ശേഷം നമ്മുടെ ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റുകൾ മാത്രമാക്കി അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഒരു 3-4-5 മാസം വീണ്ടും ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ചു. ആ സമയത്തൊന്നും വണ്ണം കുറയ്ക്കാനുള്ള പ്രൊഡക്റ്റ് 2 മാസം കഴിച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ കൂടുതലുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, കാരണം തൈറോയിഡ് ഗ്രന്ഥിക്കുള്ള എനർജിക്കും അതുപോലെ തന്നെ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ പ്രൊഡക്റ്റുകൾ ചുരുക്കി. അപ്പോൾ വെയിറ്റ് ലോസിനുള്ള പ്രൊഡക്റ്റ് പിന്നീട് കൊടുത്തിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കാരണം അദ്ദേഹം അത് കുറയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 4-5 മാസം വീണ്ടും കണ്ടിന്യൂ ചെയ്ത സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പീരീഡ്സൊക്കെ റെഗുലറായി. ആ ഒരു സമയത്താണ് അദ്ദേഹം പറയുന്നത് പീരീഡ്സ് അന്ന് നിന്ന് പോയിട്ട് 8 മാസം നിന്ന് പോയായിരുന്നു എന്നാണ് അദ്ദേഹം അന്നേരം പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പീരീഡ്സ് എല്ലാം റെഗുലറായി. അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു മൈൻഡൊക്കെ നല്ല ഹാപ്പിയായി, നല്ലൊരു മൂഡിലേക്കും നല്ല ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്കും വന്നു. അങ്ങനെ ഒരു 4-5 മാസത്തോടെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അത് പ്രൊഡക്റ്റുകളൊക്കെ നിർത്തി. പ്രൊഡക്റ്റുകൾ പിന്നെ ഒന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുള്ള കാരണം വണ്ണം കുറയ്ക്കാനുള്ള പ്രൊഡക്റ്റ് പിന്നീട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു റിസൾട്ട് ആ ഒരു ചേച്ചിയിൽ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാനസികാസുഖമുള്ള ഒരാളുടെ ആ ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മാറ്റമല്ല അല്ലേ. അപ്പോൾ ആ ഒരു ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു പ്രൊഡക്റ്റൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ തരത്തിലുള്ള ഈ ഒരു
ആർത്തവ സംബന്ധമായ ഒരു പ്രശ്നത്തിന്. അപ്പോൾ അതുപോലെ പല സ്ഥലത്തും പലരിലും പല രീതിയിലുള്ള റിസൾട്ടുകൾ അത്തരത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു വുമൺ കമ്പാനി എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത്രയും റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. അത് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എലമെൻറ്റ്സ് വെൽനസിൻ്റെ ബ്രാൻഡിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് വുമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഓക്കെ, താങ്ക് യു.